വനിതാ സംരംഭകർക്ക് 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഈടില്ലാതെ വായ്പ. സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോണിന് ഇപ്പോൾ അപേക്ഷിക്കാം. നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വനിതാ സംരംഭകരെയും അവരുടെ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒട്ടേറെ പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത്. സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുന്ന വനിതകൾക്കും പിന്നാക്ക വിഭാഗക്കാർക്കും പ്രോത്സാഹനം നൽകുന്നതിനായി വിവിധ വായ്പാ പദ്ധതികളും സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡപ്പ് ഇന്ത്യ വായ്പാ പദ്ധതി. നരേന്ദ്രമോദി സർക്കാർ 2016 ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. പട്ടികജാതി, പട്ടികവർഗം, വനിതകൾ എന്നീ വിഭാഗത്തിലുള്ള സംരംഭകർക്ക് 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വായ്പ നൽകുന്നതാണ് ഈ പദ്ധതി. ഇന്ത്യയിലെ ഒരു ബാങ്ക് ബ്രാഞ്ച് മിനിമം ഒരു വനിതയ്ക്കും ഒരു പട്ടികജാതി പട്ടികവർഗ സംരംഭകനും ഓരോ വായ്പകൾ ഓരോ വർഷവും നിർബന്ധമായി നൽകിയിരിക്കണം എന്നതാണ് പദ്ധതിയുടെ നിബന്ധന. പ്രത്യേക സബ്സിഡി പറയുന്നില്ലെങ്കിലും മറ്റ് സർക്കാർ സബ്സിഡികൾക്ക് അർഹതയുള്ളവയാണ് ഈ വായ്പ. പുതിയ പദ്ധതികൾക്ക് ഈടില്ലാതെ തന്നെ വായ്പ അനുവദിക്കും. നിർമ്മാണ മേഖല, സേവന മേഖല, കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ, വ്യാപാര മേഖല എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കണം സംരംഭം. ഈ വായ്പ ലഭിക്കുന്നതിന് ഓൺലൈനായും അപേക്ഷിക്കാം. സ്കീമിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഡേറ്റ അനുസരിച്ച് നവംബർ 20 വരെ 2,29,000 അപേക്ഷകളിൽ 53,822 കോടി രൂപയുടെ വായ്പ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 46,894 കോടി രൂപയുടേത് വിതരണം ചെയ്ത് കഴിഞ്ഞു. 2.08 ലക്ഷം സംരംഭകർക്കായാണ് ഈ തുക വിതരണം ചെയ്തത്. സ്റ്റാൻഡപ്പ് ഇന്ത്യ വായ്പയ്ക്കായി എങ്ങനെ അപേക്ഷിക്കണമെന്ന് നോക്കാം. സ്റ്റാൻഡപ്പ് ഇന്ത്യ വായ്പയ്ക്കായി അപേക്ഷിക്കാൻ standupmitra.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പുതിയ സംരംഭകയാണോ, നിലവിൽ ബിസിനസ് ഉള്ളയാളാണോ തുടങ്ങിയ വിവരങ്ങൾ മാർക്ക് ചെയ്യാൻ ന്യൂ എന്റർപ്രൂണർ, എക്സിസ്റ്റിംഗ് എന്റർപ്രൂണർ ഓർ എ സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽ ഓപ്ഷനുകളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങളുടെ പേര്, ഇമെയിൽ ID എന്നിവ നൽകുക. ഇനി നിങ്ങളുടെ ഫോണിൽ ലഭിച്ച OTP നൽകുക. വ്യക്തിഗത വിവരങ്ങളും ബിസിനസ് സംബന്ധിച്ച വിവരവും നൽകുക. മുമ്പ് ലോൺ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങളും നൽകുക. വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹാൻഡ് ഹോൾഡിംഗ് ഏജൻസീസ് ക്ലിക്ക് ചെയ്താൽ വായ്പ എടുക്കാൻ സഹായിക്കുന്ന ഏജൻസികളുടെ സഹായം ആവശ്യപ്പെടാം. ലോൺ എൻക്വയറി ക്ലിക്ക് ചെയ്താൽ ലോണിന്റെ വിശദ വിവരങ്ങൾ അറിയാം. നോളജ് സെന്റർ ക്ലിക്ക് ചെയ്താൽ സംരംഭകത്വ പരിപാടികൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും. ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ സമർപ്പിക്കാം. ബാങ്കിനായുള്ള വിവരങ്ങളാണ് ഇവ. ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ പ്രോസസ്സിംഗ് ആരംഭിക്കും. പിന്നീട് അപേക്ഷ സ്വീകരിച്ച ബാങ്ക് നിങ്ങളെ നേരിൽ ബന്ധപ്പെടും. സ്റ്റാൻഡപ്പ് മിത്ര പോർട്ടലിൽ ഓരോ ജില്ലയിലും ഈ വായ്പയ്ക്കായി സഹായിക്കുന്ന ലീഡ് ഡിസ്ട്രിക്ട് മാനേജർമാരുടെ ലിസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ ലീഡ് മാനേജറെ കണ്ടെത്തി ബാങ്കിലെത്തി അപേക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഏറെ സഹായകരമായ വായ്പാ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാൻഡപ്പ് ഇന്ത്യ വായ്പാ പദ്ധതി. നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സംരംഭം ഒരു പുതിയ സംരംഭമാണെങ്കിൽ ഈടില്ലാതെ തന്നെ വായ്പ ലഭിക്കും എന്നതാണ് ഈ വായ്പാ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം. ഈ വീഡിയോയിൽ പങ്കുവച്ച വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.